I'm Deepa S. Panikar here inside my house. ഒരവനുണ്ട്, ഒരു അർജുൻ. അവന് ഭയങ്കര സ്റ്റോക്ക് ചെയ്ത് പുറകിനങ്ങ് കൂടിയിരിക്കുക. ഇവരുടെ ആൾക്കാരാണ്. ഇവന് നല്ല ബന്ധമുണ്ട് ഈ ആൾക്കാരുമായിട്ടൊന്നും, നല്ല ഉറപ്പായി കേട്ടോ. എപ്പോഴും ഇങ്ങനെ നമ്മുടെ പുറകിൽ നമ്മളെ സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇവന് വേറെ പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എടാ, നിനക്ക് വേറെ ചാനൽസൊക്കെ കണ്ടുകൂടെ? നീ നിൻ്റെ കാര്യം നോക്കി പോടാ. നിന്നെ ആരെങ്കിലും വിളിച്ചോ എൻ്റെ ചാനൽ കാണാൻ, എൻ്റെ ഇത് കാണാൻ? നീ നിൻ്റെ കാര്യം നോക്ക്. ഒത്തിരി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരവരുടെ കാര്യം പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഞാൻ എവിടെയാണ്, ഇതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച്. പിന്നെ ഞാനിത് ഇടും. എന്നോട് ചെയ്യുന്ന പല ലേസർ, അത് അങ്ങനെ പല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ സയൻറ്റിഫിക്കലി പറഞ്ഞിട്ടാണ് ഇടുന്നത്. നിനക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ, നീ സയൻസ് ഒന്നും പഠിച്ചു കാണത്തില്ല, നിനക്ക് വല്ല ക്രിമികടി ഉണ്ടെങ്കിൽ നീ അതിന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നിനക്ക് സ്റ്റോക്ക് ചെയ്യാൻ ഭയങ്കര ഇതാണ്. നിൻ്റെ ക്രിമിനൽ മൈൻഡൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിനക്ക് നിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നാർസിസിസ്റ്റിക് ബിഹേവിയറൽ പാറ്റേൺ ആണ്. നീ അതിന് പോയി ചികിത്സ വാങ്ങിക്കുന്നത് നല്ലതാണ്. നിന്നെപ്പോലുള്ള കുറേ എണ്ണം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നീ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, മനസ്സിലായില്ലേ? നീ എന്താ സൈക്യാട്രിസ്റ്റാണോടെ? നിനക്ക് സൈക്യാട്രി അറിയാമെന്ന് തോന്നുന്നില്ല. നീ സൈക്യാട്രി പഠിച്ചവനാണെന്ന് തോന്നുന്നല്ലേ? നീ സൈക്യാട്രിസ്റ്റാണോ? നിനക്ക് ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോഴത്തേന് നീ എവിടെയോ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനൊക്കെ നീ ആരാടാ? നീ ആരാ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ? നീ നിൻ്റെ കാര്യം നോക്ക് കേട്ടോ. നിനക്കാണ് കുഴപ്പം. ഞാൻ പറയാം, നിനക്ക് ഈ കമൻ്റ് ഇടുന്ന രോഗമൊക്കെ ഭയങ്കര രോഗമാണ് നിനക്ക്. ഞങ്ങൾക്ക് പലരുടെയും ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട്. ഒത്തിരി പല രീതിയിൽ വളരെ വൾഗറായിട്ടും പല തേർഡ് റേറ്റുകളുടെ പല വീഡിയോസ് കാണാൻ. ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ അവരെ സ്റ്റോക്ക് ചെയ്യണമെന്നോ അവരെ അങ്ങനെ പറയണമെന്നോ, അവരുടെയൊക്കെ മുഖഷേപ്പ് ഇങ്ങനെ പോകുന്നതൊക്കെ ചിലവരുടെയൊക്കെ ഫേസൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചാണ് വീഡിയോസ്. ഞങ്ങൾക്കൊന്നും അതൊക്കെ അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നീ ചെല്ല് കേട്ടോ മോനെ. നീ വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ നോക്കേ. നിൻ്റെ കമൻ്റ് ഒന്നും കണ്ട് ഇങ്ങനെ ഇതാക്കാനിരിക്കുകയല്ല. എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഡയറി പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസം എന്തൊക്കെ നടക്കുന്നു, ഞാൻ എവിടെയാണ്, ഞാൻ എവിടെ പോകുന്നു എന്നെല്ലാം റെക്കോർഡിക്കലി ഇതാക്കാനാണ്. മനസ്സിലായില്ലേ? കുറേ കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. അത് ഞാൻ കോടതി തെളിയിച്ചോളാം. നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, മനസ്സിലായില്ലേ? നിനക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിനക്കാണ് കുഴപ്പം. ഇത് നിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാർസിസിസ്റ്റിക് ബിഹേവിയറൽ പാറ്റേൺ ഉള്ള ആളാണ് നീ. അതിന് വല്ല ചികിത്സയൊക്കെ കിട്ടുമോ നീ നോക്കുന്നത് നല്ലതാണ് വളരെ. ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ കാര്യം നോക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. പിന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് കയറി പലരൊക്കെ രീതിയിലുള്ള നാടകങ്ങൾ കാണിക്കാൻ വന്നാൽ ഞങ്ങൾ പറയും. ഞങ്ങളുടെ വീടിൻ്റെ ലോക്ക് വരെ ഇട്ടിട്ടാണ്. അത് കുറച്ച് ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര രോഗമാണ്. പലതും ഞങ്ങൾ തെളിയിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? പലതും ഇവന്മാർ ചെയ്യുന്നത് ഞങ്ങളുടെ പവർ ഓഫ് ചെയ്യുന്നതും അങ്ങനെ പലതും ഞങ്ങളെല്ലാം റെക്കോർഡിക്കലി ആക്കി വയ്ക്കുന്നുണ്ട്, മനസ്സിലായില്ലയോ? അതിനാണ് ഇതാക്കുന്നത്. അപ്പോൾ നീ നിൻ്റെ കാര്യം നോക്കുക കേട്ടോ. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ പെണ്ണുങ്ങളുടെ ഇത് നോക്കിയിരിക്കുക. ആരെങ്കിലും നിന്നെ ആരാ ഗ്യാസ് ലൈറ്റിങ്ങിനൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? നിൻ്റെ ഗ്യാസ് ലൈറ്റിംഗ് ബിഹേവിയറൊക്കെ നീ കൈവച്ചിരുന്നാൽ മതി. നിൻ്റെ നേച്ചറൊക്കെ ഞാനങ്ങോട്ട് പറഞ്ഞുതരാം. നിന്നെക്കുറിച്ചുള്ള നിൻ്റെ പേഴ്സണാലിറ്റി കുഴപ്പങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. നീ ആളൊരു ക്രിമിനലാണ്. നീ നല്ല ഒന്നാന്തരം ക്രിമിനലാണ്. നീ എൻ്റെ ആരാടാ നീ എന്നെക്കുറിച്ച് ഇതാക്കാൻ? നീ പോയി നിൻ്റെ കാര്യം വല്ലതും നോക്ക്. ഇവന് വേറെ ജോലിയൊന്നുമില്ല. ഇങ്ങനെ നടക്കുകയാണ്. നിനക്ക് ഇങ്ങനെ തേർഡ് റേറ്റ്സുമായിട്ടാണ് നിൻ്റെ ഇതൊക്കെ എന്ന് കാണുമ്പോഴേ മനസ്സിലാവും. ഒത്തിരി പേര് നമ്മുടെ അത് കാണുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത രോഗമാണ് നിനക്ക് നല്ല ഒന്നാന്തരം ആ പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞ പ്രോബ്ലം. നിനക്ക് നല്ല പേഴ്സണാലിറ്റി ഡിസോർഡറും പിന്നെ നിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള പല ഡിസോർഡറാണ്. നീ ആരാടാ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ? നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നീ ആരാ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് നടക്കാൻ? നീ ആരാ? നീ സൈക്യാട്രി പഠിച്ചോടാ? ഞാൻ ഇതിൻ്റെയൊക്കെ ഫയൽ ചെയ്തതാണ്, മനസ്സിലായില്ലേ? നിനക്ക് ഒരാൾക്ക്, ഞാൻ പഠിച്ചെടുത്തോളം ഒരാൾക്ക് ഓറിയൻറ്റഡ് ടൈംസ് 3 എന്നാണ് പറയുന്നത്. സമയവും പേഴ്സണയും സ്ഥലവും ഒക്കെ നല്ലപോലെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബാക്കി ഡിപ്രഷൻ അതൊക്കെ സാധാരണ ഒത്തിരി പേർക്ക് വന്നു പോകുന്ന കാര്യങ്ങൾ. ഈ ഡിപ്രഷനൊക്കെ അതൊന്നും വട്ടൊന്നുമല്ല. അത് ചുമ്മാ ഒരു കുറച്ച് സമയത്തേക്കുള്ളൊരു ഇത് മാത്രമാണ്. ചുമ്മാ ചിലവരൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമല്ലോ, ഈ മെഡിക്കൽ മാഫി ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പെരുപ്പിക്കുകയാണ്. ഡിപ്രഷൻ മറ്റേത് മറിച്ചേത് അതൊന്നും നമുക്കില്ല. നമ്മൾ ലൈവായിട്ടെല്ലാം ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ പലരെക്കുറിച്ചും ലൈവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവന്മാരുടെ ഉദ്ദേശങ്ങളൊക്കെ നിൻ്റെ ഉദ്ദേശങ്ങൾ. നിനക്കിപ്പോൾ ഇവന്മാരുമായിട്ട് നല്ല ബന്ധമുള്ളവനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും.
നിനക്ക് എന്തോ കുഴപ്പമെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. നിന്നെ ആരാണ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് വിട്ടിരിക്കുന്നത്? ഇവന്മാർക്കിപ്പം വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു മോഹൻ സിംഗിനെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് നടപ്പുണ്ടായിരുന്നു. അവനെക്കുറിച്ച് നമ്മളിട്ടപ്പോൾ അവനങ്ങ് നിർത്തി, സ്റ്റോക്കിങ് നിർത്തിയെന്ന് തോന്നുന്നു, എന്തുവാണെന്നറിയത്തില്ല. അപ്പോൾ ഇനി നിന്നെ വഴിയാണ്, നീ എവിടുത്തുകാരനാണെന്നൊക്കെ ഞങ്ങൾ സൈബർ സെല്ലിലോട്ട് കൊടുക്കുമ്പോൾ അവർ പിടിച്ചോളും നിന്നെ. നീ എവിടുത്തുകാരനാണ്, നിനക്ക് എന്തോ ബന്ധം, നീ ആരെയാണ് വിളിക്കുന്നതെന്നൊക്കെ അവർ പിടിച്ചോളും കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ മാനം മര്യാദയ്ക്ക് ഇരിക്കുക. നീ നിൻ്റെ കാര്യം നോക്ക്. ഞങ്ങൾ തെളിയിക്കുക തന്നെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ച് അകത്താക്കിയില്ലേ, അതുപോലെ ഇങ്ങനെ തുണി പൊക്കി കാണിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. ഇതുപോലെ ഇങ്ങനെ കള്ളത്തര ആണുങ്ങളെ കൊണ്ടുവന്ന് പെണ്ണുങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ട്. ഒരു കഷണ്ടി ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അഭിനയിക്കുക. ഇതൊക്കെ വലിയ കുറ്റകൃത്യങ്ങളാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ ഇംപെർസോണേഷൻ അങ്ങനെയൊക്കെ പറയും. നിനക്കൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും ഇതൊന്നും. നീ അതുകൊണ്ട് പോയി വല്ല പുസ്തകമൊക്കെ വായിച്ച് വല്ല വിവരം വെക്കാൻ നോക്ക് നീ കേട്ടോ. നീ നിൻ്റെ കാര്യം നോക്ക്, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, മനസ്സിലായില്ലയോ? ഞങ്ങൾക്ക് കണ്ടവർ പറഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഴപ്പങ്ങളൊക്കെ മനസ്സിലായി. അതിനുള്ള ബുദ്ധിയും വിവേകവും സെൻസൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളങ്ങ് നോക്കിക്കോളാം. നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ.